അപ്പോൾ എല്ലാവർക്കും ഉത്രാടത്തിന് ആശംസകൾ കേട്ടോ. ഉത്രാടത്തിൻ്റെ ഒരു കുഞ്ഞ് സദ്യയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഉത്രാടത്തിന് പിടിപ്പത് പണിയായിരിക്കും, എല്ലാവർക്കും അറിയാമല്ലോ. വീടെല്ലാം വൃത്തിയാക്കണം, തൂത്തുവാരണം, വൈകിട്ട് വിളക്ക് കത്തിക്കണം, അത്തപ്പൂ ഇടണം, അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുള്ള ദിവസമല്ലേ. അപ്പോൾ സാമ്പാറും തോരനും പച്ചടി, പിന്നെ അച്ചാറുകൾ, പപ്പടം, ഉപ്പേരിയൊക്കെ കൂട്ടിയായിട്ടോ ഉച്ചയ്ക്ക് കഴിച്ചേ. പിന്നെ പ്യുവർ വെജ് അന്ന്. അപ്പം ഇന്നെല്ലാം ഉണ്ടാക്കിയ ഞാനാട്ടോ. ഒന്നിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അതിനുശേഷം കാരണവർക്ക് തന്നെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണവർ എന്താ പറയണ്ടേ, ഞങ്ങളിത് രാജസ്ഥാനിൽ പോയപ്പോൾ വാങ്ങിച്ച ഡ്രസ്സ് കേട്ടോ അവന്. അപ്പോൾ 1 വയസ്സ് പോലും ഇല്ലായിരുന്നു. ആ ഡ്രസ്സ് ഇപ്പോഴും കറക്റ്റ് ആണെങ്കിൽ കഴിപ്പ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ അല്ലേ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് ആ ധോത്തി ചെറുതായിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾക്ക് പാൻറ് ഇല്ലാത്ത പോലെ തോന്നുന്നത്. പാൻറ് വെച്ച് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അവൻ കഴിക്കാത്തതുകൊണ്ട് കുറച്ച് കുഴച്ച് ഞാൻ വാരി കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഉരുള തുപ്പിത്തന്നു കേട്ടോ. ആ കൂമ്പുതോരൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കൂമ്പുതോരൻ ഇല്ലാണ്ട് കൊടുത്തപ്പോഴാട്ടോ കഴിച്ചത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഉത്രാട ദിനം ആരംഭിച്ചത് കേട്ടോ. ഇതിന് ശേഷം ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ആദ്യം മോനെ ഒന്ന് സദ്യയൊക്കെ കൊടുത്ത് സെറ്റാക്കി ഒരിടത്ത് സൈഡാക്കി അവനെ ഒന്ന് ഉറക്കി കഴിഞ്ഞാൽ ബാക്കി എൻ്റെ പരിപാടി നടക്കും. ഉച്ചതിരിഞ്ഞുള്ള വിളക്ക് കത്തീര്, പൂ പറിക്കൽ, പിന്നെന്താ അത്തം ഇടാനായിട്ട് പൂ ഇനി കുറച്ച് വീട്ടിലുണ്ട്, ബാക്കി വാങ്ങാനൊക്കെ പോകണം കേട്ടോ. അതൊക്കെ ഇവനെ ഉറക്കിയിട്ടതിന് ശേഷം മാത്രമേ നടക്കൂ. അപ്പോൾ ആദ്യം അവനെ സദ്യ കൊണ്ടിട്ട് ധോത്തിയൊക്കെ ഇട്ടുകൊണ്ട് പോണ പോക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെയും തിരിച്ച് വന്ന് ഓരോ വാങ്ങി കഴിച്ച് പിന്നെയും പോയി, അങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടോ. അതിന് ശേഷം ഞാൻ കുളിച്ചൊക്കെ വന്ന് ഞാൻ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം. ഇത് ഞാനിട്ട കടുമാങ്ങച്ചാർ, ഇത് ഞാനിട്ട സൂപ്പർ മുളകച്ചാർ കേട്ടോ. ഇതിൻ്റെ റെസിപ്പി അടുത്ത ദിവസം നിങ്ങൾക്ക് വരുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇലയിലോട്ട് വിളമ്പി എല്ലാത്തിൻ്റെ ഓരോ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി പോലും ഇട്ടിട്ടില്ല. എല്ലാം കൂടെ അത് കുഴച്ച് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറായിരുന്നു. അങ്ങനെ എൻ്റെ ഉത്രാട ദിനത്തിന് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നു. നല്ലൊരു സദ്യയോട് കൂടിയാണ് ആരംഭം. രാവിലെ മൊത്തം അടുക്കളയിലായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ.